നല്ല എ സി, നല്ല തിയേറ്റർ, കുഴപ്പമില്ല. തിയേറ്റർ നല്ല തിയേറ്റർ കുലുങ്ങും, ഒന്നും കുലുങ്ങില്ല. Starring the Metan and the legendary director Lechertus Palashiri, aka LJP. 65 course budget പുറത്തിറക്കിയ മലങ്കോട്ടൈ വാലിബൻ, മലൈക്കോട്ടൈ വാലിബൻ പടത്തിനെ കുറിച്ച് പറയുന്നത് ഒരു വാരിയറിൻ്റെ ജേർണിയാണ്. He covers across lands and defeat many champions and moves on. നിങ്ങൾക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടോ? പടത്തിൻ്റെ ചില ഭാഗങ്ങളുണ്ട്, അത് ഒരു 2 മിനിറ്റിൽ തീർക്കാമെന്നാണ്. പക്ഷേ ഇവരത് വലിച്ചു നീട്ടി ഒരു 20 മിനിറ്റ് കൊണ്ട് ഇട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, സൂര്യനും സ്വന്തം ചന്ദ്രനും സ്വന്തം പറയുന്ന പോലെ ക്യാമറിനങ്ങനെ ഡേ ലൈറ്റ് അല്ലെങ്കിൽ നൈറ്റ് ലൈൻ വെച്ചിട്ട് LJP അവിടെ നിന്ന് പോകും. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ട് പാക്കിങ്. പിന്നെ നല്ല BGM, അതിങ്ങനെ കേട്ടിരുന്ന എത്ര ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള മൈൻഡാണെങ്കിലും ഉറക്കമില്ലായ്മയാണെങ്കിലും അത് ഉറക്കം നമ്മളെ തേടി പിടിച്ച് വന്ന് ഉറക്കിക്കളയും. തിയേറ്ററിൽ കാണുമ്പോൾ എനിക്ക് എത്ര ലാഗ് ഫീൽ ചെയ്തില്ല, എന്താണെന്നറിയില്ല. കൗണ്ടറിൻ്റെ പൂരമായതുകൊണ്ട് അതിൽ കുറച്ച് ഫോക്കസ് പോയതുകൊണ്ടോ കമ്മിങ് ബാക്ക് ടു ദ മൂവി, അതിന് നമുക്കൊരു 3 സ്റ്റേജിലായിട്ട് ഡിവൈഡ് ചെയ്യാം. ലൈക്ക് ഇൻ മോർട്ടൽ കോംബാറ്റ് ഒരു ലെവൽസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് സോ ഈസി. ഒരു ഊരിൽ കേളു ആശാൻ പറഞ്ഞിട്ടൊരു ഫൈറ്റർ ഗുസ്തിക്കാരനുണ്ട്. അപ്പോൾ അയാൾ ചാമ്പ്യനാണ്. അപ്പോൾ പുള്ളിക്കാരനെ ഡിഫീറ്റ് ചെയ്ത ആ ഊരിൽ ചാമ്പ്യൻ വാലിബൻ ആക്കും. ഫസ്റ്റ് ഫൈറ്റാണ്, എല്ലാവരും ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുന്ന. മേട്ടൻ ചാടിപ്പറന്നടിക്കുന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഒരു ചെറിയ തുണി കൊണ്ട് കൈന് കെട്ടി വെച്ചിട്ട് തോൽപ്പിക്കുകയാണ്. അതായത് ഇത്രയും വലിയൊരു ജയജയൻ്റെയൊക്കെ ആയിട്ടുള്ള ആൾക്ക് ഒരു ചെറിയ തുണി പോലും മുറിക്കാൻ പറ്റില്ല. താൻ എവിടുത്തെ ചാമ്പ്യനാണ്, ഇത് ഗതയൊക്കെ പൊക്കിയിട്ട് വന്നിട്ടാണ് ബ്ലഡി ഫോർ. എന്നിട്ട് അയാളിനെ തോൽപ്പിക്കും. അങ്ങനെ അവിടെ L10 ചാമ്പ്യനാവും. കറൻറ്റ് ഗേൾ ഫ്രണ്ട് മറ്റേ മാറ്ററൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുകയാണ്. ലാലേട്ടൻ നൈസായിട്ട് അടുത്ത ആൾ രംഗവട്ടൻ രംഗറാണി, അവിടെ ഒരു നാടകം നടക്കുന്നുണ്ട്. അവിടെ പോയിട്ട് നൈസായിട്ട് അവളെ ഹുക്ക് ചെയ്യും. എന്നിട്ട് ആ നാടകത്തിൻ്റെ ഇടയിൽ ഡാനിസായിട്ട് ചമന്തകൻ ദ റിയൽ സ്നേക്ക് കോമഡി വില്ലനാണ്. പുള്ളിക്കാരൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഈ ഒരു ചിരിയാണ്. പുള്ളിക്കാരൻ വന്നിട്ട് രംഗറാണിയെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ അത് ലേട്ടന് ഇഷ്ടപ്പെടില്ല. സോ ലേട്ടൻ അയാളെ പൊക്കിയെടുത്ത് ക്രൗഡിൻ്റെ നടുവിലേക്ക് എറിയും. അതവന് തീരെ ഇഷ്ടപ്പെടില്ല, അവൻ്റെ ഈഗോ ഹർട്ടാവും. അങ്ങനെ പുള്ളിക്കാരൻ ലേട്ടനെ റിവെഞ്ച് എടുക്കാൻ വേണ്ടി നടക്കും. നെക്സ്റ്റ് വൺ ഒരു മീഡിയം റേഞ്ച് ഫൈറ്റാണ്. ഒരു പ്ലേസ് ഒരു മാങ്കോട്ട് കളരി പറഞ്ഞിട്ടൊരു പ്ലേസ് ഉണ്ടാവും. തേന്മാവിൻ കൊമ്പത്തിലെ സുമ്മരി ചേച്ചി ഏതൊരു ക്യാരക്ടറിൽ ആ ഒരു ടൈപ്പിലുള്ള ലേഡിയാണ് അവിടുത്തെ ഹെഡ്. കളരിയൊന്നും അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ല, തോന്നിയ സ്റ്റെപ്പൊക്കെ ഇട്ട് ആൾക്കാരിനെ ഡിഫീറ്റ് ചെയ്യലാണ് അവൻ്റെ പ്രധാന ഹോബീസ്. അവിടെ ലാലേട്ടൻ വന്ന് ഒരു ചെറിയ പയ്യനുണ്ട്, അവനെ ഡിഫീറ്റ് ചെയ്യും. ഫുൾ ആക്രോബാറ്റിക്സാണ്, എയറിലുള്ള ഡാൻസൊക്കെ ഉണ്ടാവും. കോലും മേലൊക്കെ സ്ലാൻഡിങ് പൊസിഷനിലൊക്കെ നിൽക്കും. തൂണിലൊക്കെ ചവിട്ടി തിരിഞ്ഞും മറിഞ്ഞൊക്കെ അടിക്കുന്നു. പക്ഷെ ഫൈറ്റൊക്കെ അന്യായ ബോറാണ്, ടക്ക് ടക്ക് ടക്ക്. ആ കളരിക്കാരനെയും തോൽപ്പിച്ച് അവിടുത്തെ ഹട്ടിനെ മൊത്തം കൊണ്ട് ഡിസ്ട്രോയ് ചെയ്യും. ആറ്റ വലി മൊത്തം കൊണ്ട് പുഴങ്ങി വീഴും. നെക്സ്റ്റ് വൺ ഈസ് ദ ഹാർഡസ്റ്റ് ഫൈറ്റ്. അവിടെ ഒരു കിങ്ഡം, മെക്കോളിൻ ലേഡി മെക്കോളിൻ, 2 പേരാണ് അവിടുത്തെ കിങ് ആൻഡ് ക്യൂൻ. അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ. അവിടെ വന്നിട്ട് അവർ സ്ലേവ്സിനെയൊക്കെ ടോർച്ചർ ചെയ്യുക, പ്രസന്റിലിടുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്ത് ഫൈറ്റൊക്കെ കണ്ടക്ട് ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ളതിനെ കൊന്ന് അങ്ങനെ നടക്കുന്ന ടീംസാണ്. അവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മേട്ടൻ്റെ അടുത്ത് ചാലഞ്ച് വെക്കും. അതായത് ഇവർ 2 പേരും മേട്ടൻ അറ്റാക്ക്. പക്ഷെ മേട്ടൻ ആരാ? പക്ഷേ മേട്ടൻ്റെ ഇടയിലൊരു ശത്രുണ്ട്, നമ്മുടെ നാനിസായിട്ട്. പുള്ളി എന്ത് ചെയ്യുന്നത് വെച്ചാൽ പാമ്പിൻ്റെ വിഷം എടുത്തിട്ട് ഒരു നീഡിൽ തേച്ചിട്ട് ലാലേട്ടൻ്റെ ബാക്കിലെടുത്തിട്ട് കുത്തും. കാലിൽ കുത്തും, കാലിൻ്റെ ബാക്കിൽ. ഫൈറ്റിൻ്റെ ഇടയ്ക്ക് ആ വിഷം വെനം വർക്ക് ചെയ്തിട്ട് ലേട്ടന് ബോധം കിടും, ഏകദേശം മത്ത പിടിച്ച അവസ്ഥയിലെത്തും. പക്ഷേ സ്റ്റിൽ ഹീ ഫൈറ്റ്സ്. ആൻഡ് ആ ഒരു വിക്ടറിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും അവിടുത്തെ ആൾക്കാർ വന്നിട്ട് മേട്ടനെ കയറിൽ പൊതി. പിറ്റേ ദിവസം വന്നിട്ട് മേട്ടനെ കൊല്ലാൻ വേണ്ടിയിട്ട്
ഈ ക്യൂനും കൂടെ നടക്കും. ബട്ട് സ്റ്റിൽ മേട്ടൻ എസ്കേപ്പ് ആവും. ആ ചാങ്ങലൊക്കെ വലിച്ച് പില്ലറിനൊക്കെ പൊട്ടിച്ച് നമ്മുടെ ഹെർക്കുലീസ് റെഫറൻസ് ഇതിൽ റെഫറൻസ് ഇസ് അമേസിങ് ആൻഡ് എക്സ്ട്രാordinary. 70+ റെഫറൻസ് ഉണ്ട്. ഇതെല്ലാം തപ്പി പിടിച്ച് പറയുമ്പോഴേക്കും ഇറ്റ് വിൽ ടേക്ക് ഇയർ ഉണ്ട്. അത്രയ്ക്കും റെഫറൻസ് ഉണ്ട് ഈ പടത്തിൽ. അവർ അവിടെ നിന്ന് ലേഡി മിക്കലി ഒരു ക്യാനിൻ്റെ പുറത്തിരുന്നിട്ട് ഇങ്ങനെ എല്ലാവരും ഷൂട്ട് ചെയ്യണ്ടാവും. അപ്പോൾ എൽട്ടൺ കയ്യിൽ വാളെറിഞ്ഞ് പുള്ളിക്കാരൻ്റെ തല കൊയ്യും. മെക്കോളിനെ ഡിഫീറ്റ് ചെയ്യും. അങ്ങനെ അവിടുത്തെ സ്ലേവ്സിനെയൊക്കെ ഫ്രീ ചെയ്ത് അവിടുത്തെ പുതിയൊരു റൂളറായി മാറും. പിന്നെയാണ് ഇതിൽ ആവിഹിതം. നമ്മുടെ ഹരീഷ് പെരി എൻ്റെ മകനുണ്ട്, എൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, ഇവർ കുട്ടി ഉണ്ടാവും. അത് പക്ഷേ അവൾ ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അവൾ നേരെ എൽട്ടൻ്റെ അടുത്ത് പറഞ്ഞു. പൊതുവെ എല്ലാ ഭാര്യ ഭർത്താക്കന്മാർ ആദ്യം ഭർത്താവിനെയാണല്ലോ അറിയിക്കുക. സോ ആ ഒരു പേരിൽ നമ്മുടെ രംഗഭട്ടൻ രംഗറാണി ഇതൊക്കെ ഒളിച്ച് കേട്ടിട്ട് മേട്ടനെ സംശയിക്കും. അതിൻ്റെ ഇടയിൽ ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ ഒരു ട്രാൻസ്ജെൻഡറും ഉണ്ട്. അവളും എരികേറ്റി കൊടുത്ത് മറ്റേ ചിന്നാട് എൽട്ടൻ്റെ എതിരെ തിരിക്കും. എന്നിട്ട് അതിൻ്റെ ഒരു ഫൈറ്റ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ പൊണ്ണ് എന്തൊരു ലാഗാടെ ഇത്, കൊന്നാണ് ചത്തില്ലേ ഇവിടെ ഒന്നും കാണിക്കടേ. ചത്ത് ഈ സീനിൽ ടോട്ടൽ എടുത്ത് ടൈം ഡ്യൂറേഷൻ 2 മിനിറ്റും 40 സെക്കൻഡുമാണ്. മോസ്റ്റ് ഓഫ് ദി ഓഡിയൻസും അറിഞ്ഞൊരു കാര്യം റിവീൽ ചെയ്യാൻ ഇത്രയും ടൈം എടുത്ത് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ഇനിയാണ് അയ്യനാർ മതം പൊട്ടണം. അയ്യനാർ ഇളകി ഉറങ്ങത്തുള്ളൂ. എൽട്ടനെ ഇയാളുമായിട്ടൊരു ബന്ധമുണ്ട്. അതായത് ഇയാളുടെ ഗേൾ ഫ്രണ്ട് തൂക്കി, അതായത് ഒരു ഫൈറ്റർ വന്നിട്ട് ഒരു അമാനുഷികനാണ്, അതിശയം പോലെയൊക്കെ ഒരു ഫിഗറാണ്. ആൾ വന്നിട്ട് അയ്യനാറിൻ്റെ അടുത്ത് ഫൈറ്റ് വയ്ക്കും. അയ്യനാർ അതിൽ തോൽക്കും. അയ്യനാറിന് മനസ്സിലാവും മനുഷ്യനൊന്നും അല്ലാതെ വേറെ എന്തോ ഒരു ജീവിയാണ്. ആ സ്ഥലത്ത് റൂള് വെച്ചിട്ട് തോറ്റു കഴിഞ്ഞാൽ അയാളുടെ പെണ്ണും പണമൊക്കെ ജയിച്ച ആൾക്ക് കൊടുക്കണം. അങ്ങനെ ഇയാൾ അതൊക്കെ തട്ടിയെടുത്ത് അയ്യനാറിനെ പുള്ളിയുടെ അടിമയാക്കി വയ്ക്കും. എന്നിട്ട് പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് അയ്യനാറിൻ്റെ എക്സ് പ്രഗ്നൻ്റ് ആവും. അവളെ ഈ കുട്ടിയെ പ്രസവിക്കും. ആ സമയത്ത് ഫൈറ്റർ വേറെ സ്ഥലത്തുണ്ടാവില്ല. അപ്പോൾ ഇയാളാണ് പ്രസവം നോക്കുന്നത്. എന്നിട്ട് അവസാനം പ്രസവം കഴിഞ്ഞ് കുട്ടിയെടുത്തിട്ട് നൈസായിട്ട് എക്സിനെ തട്ടും. ഇയാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ കുട്ടീനെ എടുത്ത് വളർത്തി ആ കുട്ടീനെ ഫുള്ള് ട്രെയിൻ ചെയ്യും. എല്ലാ ആയോധന കലകളും പരിശീലിപ്പിച്ച് ഒരു ഫൈറ്ററാക്കി. അങ്ങനെ വാലിബൻ്റെ ഫൈനൽ ഫൈറ്റിന് ഒരുവം കുറിക്കും. അത് വേറെ ആരുമല്ല, എൽട്ടൻ്റെ അച്ഛൻ. അങ്ങനെ അതിലാണ് നമ്മുടെ കഥ LJP കൊണ്ട് അവസാനിപ്പിക്കുന്നത്. എന്നിട്ട് അവസാനം ഒരു ടൈറ്റിൽ കാർഡ്, മലൈക്കോട്ടൈ വാലിബൻ 2. ഈശ്വര.